സാധാരണ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഭൗതികമായ താല്പര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ. ടെലിവിഷന്റെ മുൻപിൽ നിന്ന് മനുഷ്യർ മാറാറില്ല. അങ്ങനെ ഒരു വ്യക്തി ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരും. തിരിച്ച് ഓഫീസിൽ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ടെലിവിഷനിൽ കാണുന്ന പ്രോഗ്രാമുകളെ സംബന്ധിച്ച് മാത്രമാണ് ആ മനുഷ്യന്റെ മനസ്സിൽ. അങ്ങനെ വീട്ടിൽ വന്ന് എണ്ണയെല്ലാം തേച്ച് കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ TV ഓൺ ചെയ്ത് ചാനലൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. വാതില് തുറന്ന് പുറത്തു വന്നപ്പോൾ താടി നീട്ടി വളർത്തിയ കുറെ ആളുകളുടെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളും കാസറ്റുകളൊക്കെ ഉണ്ട്. മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ദേഷ്യത്തോടെ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കിതിനൊന്നും പൈസ ഇല്ല തരാൻ. വന്ന ആളുകൾ പറഞ്ഞു, പൈസ തരണ്ട, ഇത് ഞങ്ങൾ സൗജന്യമായിട്ടാണ്, വായിച്ചിട്ട് നിങ്ങൾ വെച്ചോളൂ, മറ്റത് വായിച്ച് കണ്ടിട്ട് തിരിച്ചു തന്നോളൂ. പിന്നെ അടുത്ത ഒഴിവ് കഴിവായി, എനിക്ക് സമയമില്ല. അപ്പോൾ വന്ന ആളുകൾ ചിരിച്ചിട്ട് പറഞ്ഞു, സമയം എന്ന് പറയുന്നത് നമുക്കുണ്ടാക്കാം. ഉദാഹരണത്തിന് താങ്കൾ എണ്ണയെല്ലാം തേച്ച് കുളിക്കാൻ പോവുകയാണ്. ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പിൽ കൂടി ഇങ്ങനെ വരും. അത് പൈപ്പിൽ വെള്ളം പെട്ടെന്ന് നിന്നുപോയി ബക്കറ്റിൽ പകുതി വെള്ളം മാത്രമായാല് ആ പകുതി വെള്ളം കൊണ്ടും താങ്കൾക്ക് നന്നായിട്ട് കുളിക്കാൻ സാധിക്കും. അതുകൊണ്ട് സമയം നാം അതുപോലെ ഉണ്ടാക്കിയാൽ ഇതിനെല്ലാം സമയമുണ്ടാകും. ദേഷ്യത്തോടുകൂടി ഇതെല്ലാം വാങ്ങി കതകടച്ച് ഒരു വശത്തേക്ക് ഇത് വലിച്ചെറിഞ്ഞിട്ട് കുളിക്കാനായിട്ട് ഒരു മൂളിപ്പാട്ടുമായിട്ട് ബാത്റൂമിലേക്ക് കടന്നു. അതിന് പൈപ്പ് തുറന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുമ്പോഴേ സംശയം വന്നു, അവര് പറഞ്ഞതുപോലെ വെള്ളം നിന്നു പോകുമോ? കുറച്ചു കഴിഞ്ഞപ്പോഴേ പകുതി ബക്കറ്റായപ്പോഴ് വെള്ളം നിന്നുപോയി. എങ്കിലും ഈ അര ബക്കറ്റ് വെള്ളം കൊണ്ട് നല്ല മനോഹരമായിട്ട് വൃത്തിയായിട്ട് അദ്ദേഹം കുളിച്ചു. വീണ്ടും മൂളിപ്പാട്ടുമായിട്ട് റിമോട്ടുമായിട്ട് ടിവിയുടെ മുൻപിൽ ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴേ ഇടതുവശത്തൊരു നെഞ്ചിൽ വേദന അനുഭവപ്പെട്ടു. വേദന കൂടിക്കൊണ്ടിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ട്, ഉടനെ തന്നെ ഒരു സർജറി നടത്തണം. അപ്പൊ ആരുമില്ല കൂടെ, അങ്ങനെ എഴുതി കൊടുക്കാൻ പറഞ്ഞ് എന്തും സംഭവിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് തന്റെ കണക്കയാൽ എടുക്കാൻ ആരംഭിച്ചു. അനശ്വരമായ പരലോകത്തിന് വേണ്ടി എന്താണ് താൻ നേടിയിട്ടുള്ളത്? ഈ കണക്ക് നോക്കിയപ്പോൾ ഒന്നുമില്ല. അദ്ദേഹത്തിന് തോന്നി, ഇനി എനിക്കൊരു ജീവിതമുണ്ട് എങ്കിൽ, ഒരു അവസരം ലഭിക്കുമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ 6-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ, വലൗ തറാ ഇദ് വുഖിഫു അലന്നാരി ഫഖാലു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. നരകത്തിൽ അവർ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവർ പറയും, ഞങ്ങളൊന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ ഒരിക്കലും നിഷേധിക്കുമായിരുന്നില്ല, നിന്റെ ദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഒരു അവസരം നമുക്ക് ലഭിക്കില്ല സഹോദരങ്ങളെ.